ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ സാധനം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നന്നാരി എന്ന് പറയും, സർബത്ത് എന്ന് പറയും, പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേര് നന്നാറി. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കണം. ഇതൊന്നൊന്നും പോരാ, കുറച്ചധികം വേണം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക. കേട്ടോ, നമ്മൾ ഇത്രയൊക്കെ താഴ്ത്തിയിലപ്പോൾ ഇത് കിട്ടുള്ളൂ. കണ്ടോ, നിങ്ങൾ ഉള്ളോട്ട് പോയേക്കുക. പിന്നെ ഇത് മാന്തി സെറ്റപ്പ് ആക്കണം. ദൂരം താഴേക്ക് പോയേക്കാനുണ്ട് കേട്ടോ. ഇത് കൈകൊണ്ടൊന്നും മാന്തി കിട്ടില്ല. അപ്പോൾ നമ്മൾ കൈക്കോട്ടൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ മാന്തിയതാണ്. ഇതാ, അപ്പോൾ നമുക്ക് അടുത്ത പേരോട് കിട്ടി. അപ്പോൾ കുറേ തപ്പിയിട്ടാണ് കിട്ടിയതിപ്പോൾ. നമ്മൾ താഴ്ത്തി പോകണം. അപ്പം കുറേ ശത്രുക്കൾ വന്നു. ഉറുമ്പുകളുണ്ടോ? ഉറുമ്പുകൾ ഭയങ്കര പ്രശ്നക്കാരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അട്ടയെല്ലാം വന്ന് കടിച്ച് പ്രശ്നമാക്കി. അപ്പോൾ അട്ട ഇറങ്ങിപ്പോയി. അടുത്ത അട്ട വരുമ്പോൾ കാണിച്ചു തരാം. കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയെല്ലാം കഴുകിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ബാക്കിയെല്ലാം വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സർബത്തിന് വേണ്ട സാധനങ്ങൾ: 1.5 ലിറ്റർ വെള്ളം, 1 കോഴിമുട്ട, 1 കിലോ പഞ്ചസാര, നമ്മൾ നേരത്തെ പരച്ച് വെച്ച നന്നാറി. അപ്പോൾ ഇതിങ്ങനെ പോരാ, നല്ല കഴുകി വൃത്തിയാക്കണം. അപ്പോൾ കോഴിമുട്ട എന്തിനാന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ നന്നാറി കഴുകി വൃത്തിയാക്കണം. ഇലയൊന്നും പാടില്ല, തണ്ടും പാടില്ല, ഈ വേര് മാത്രം. തയ്യാറാക്കേണ്ട വിധം: ഒരു 50 ഗ്രാം പഞ്ചസാര നമ്മൾ ലയിപ്പിച്ചെടുക്കണം. നമ്മളത് പഞ്ചസാര ഇച്ചിരി കറുപ്പിച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്, അല്ലാതെ നമ്മൾ കറുപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ഇതുപോലെ കറുത്ത് വരണം. അപ്പോൾ ഇതുപോലെ കറുത്ത് വരണം. ശേഷം നമ്മൾ അടുത്ത് വെച്ച വെള്ളം ബാക്കിയുള്ള പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക.
നല്ലതുപോലെ ഇളക്കി പഞ്ചസാര കുറുകണം. കണ്ടോ, നല്ലപോലെ ലയിച്ചു. കണ്ടോ, നല്ലപോലെ ലയിച്ചു. പഞ്ചസാര കരിയില്ല. അപ്പം നമ്മുടെ നന്നായി എടുത്തിട്ട് അതിലേക്ക് ഇടുക. നമുക്ക് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം. അപ്പം നമ്മുടെ നന്നാറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഉപയോഗിക്കാം. അതിൻ്റെ വെള്ളം മാത്രം അതിലേക്ക് ഒഴിക്കുക. അപ്പം നമ്മൾ ആ മുട്ടയുടെ വെള്ള ഒഴിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ചെളിയും കാര്യങ്ങളും എല്ലാം ആ മുട്ട വലിച്ചെടുത്തോളും. കണ്ടോ, അപ്പം നന്നാരിയൊക്കെ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ നന്നാരി എന്ന സാധനം കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ആ സാധനം കാണിക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പോയി പറിച്ചതും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കടകളിൽ കിട്ടുന്നത് പോലെ നന്നായി സർവത്ത് തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്ക് 1-2 ടീസ്പൂൺ മതി ഒരു ഗ്ലാസ് സർബത്തുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂട്ടാം കുറയ്ക്കാം, വെള്ളം കൂട്ടാം കുറയ്ക്കാം. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ആവശ്യാനുസരണം കുപ്പിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, എന്തുവേണം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.